ഹല്ലേലൂയ. വീണ്ടും വരുന്നവനാവുന്ന യേശു ക്രിസ്തുവിന്റെ തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സത്യവേദ പുസ്തകത്തിലെ വേദവാക്യം യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യിരെമ്യാവ് 31 അതിൻ്റെ 3. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അതെ, യഹോവ ദൂരത്ത് നിന്നുകൊണ്ട് എനിക്ക് പ്രത്യക്ഷനായി. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് സ്വർഗത്തിലെ ദൈവത്തോടെ യാചിക്കാം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു മാറാത്തവനുമായ സ്വർഗീയ തൃത്വമേ, നിത്യസ്നേഹത്താൽ ഞങ്ങൾ അനുദിനവും വഴി നടത്തുന്ന കർത്താവേ, അവിടുത്തെ പാദാന്തിക ഒരു പ്രാവശ്യം കൂടെ വചനവുമായി നിൽപ്പാൻ ബലഹീനനായ ഭാവിയാവുന്ന അടിയനെ ശക്തിപ്പെടുത്തണം. അപ്പാ, ഭാവിയാവുന്ന അടിയൻ്റെ നാവോടുകൂടെ സംസാരിക്കണമേ. അവിടുത്തെ വചനം നാവിൽ തന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. കൃപയ്ക്ക് മേൽ കൃപ, ജയത്തിന്മേൽ ജയം വരിപ്പാൻ ജയവീരനായ യുദ്ധവീരനായ അരിമ പിതാവ് ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ നാവിൽ, ഭാവിയാടിൻ്റെ നാവിൽ അവിടുത്തെ വചനത്തെ തന്ന് അനുഗ്രഹിക്കണമേ. കേൾവിക്കാരായിരിക്കുന്ന മക്കൾ അവിടുത്തേതാണപ്പാ. അവരുടെ ഹൃദയങ്ങളെയും ആന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന കർത്താവേ, വചനം അവരുടെ ഉള്ളത്തിൽ കടന്നു ചെല്ലുവാനും ആ വചനം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിപ്പാനും ഇടയാക്കുന്നവൻ കൃപകൾക്കായി സ്തോത്രം. കർത്താവ് തന്നെ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. ഹല്ലേലൂയ. അങ്ങ് ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ വേദനകൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ശാപങ്ങൾ എല്ലാം നീങ്ങിപ്പോകുവാനിടയാക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അവിടുന്ന് മാത്രം. യേശു ക്രിസ്തുവിന്റെ സ്തുല്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ സ്വർഗീയ നാഥൻ നമ്മോട് അരുളി ചെയ്യുകയാണ്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ദയ നിത്യ ദയയാണ്. ആ ദയയാൽ നമ്മൾ താങ്ങി നടത്തുന്ന കർത്താവിടെ ആഹ്വാനം ചെയ്യുകയാണ്, ഞാൻ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അതേ, ആ വിശ്വസ്തനായ കർത്താവ് പറയുകയാണ്, നിത്യസ്നേഹം. നിൻ്റെ ജീവിതത്തിൽ ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നീ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ദുഃഖപ്പെടേണ്ട. നിന്നെ സ്നേഹിക്കുന്ന കർത്താവ്, നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ കാണുന്ന കർത്താവ്, നിന്നെ സ്നേഹിപ്പാൻ അദ്ദേഹം കൂടെ ഉള്ളപ്പോൾ നീ പിന്നെ ആരുടെ സ്നേഹത്തിന് വേണ്ടിയാണ് വെമ്പൽ കൊള്ളുന്നത്? കാമുകന്മാർ നെട്ടോട്ടം ഓടും പോലെ നിന്നെ ആർ സ്നേഹിക്കാനില്ലെന്ന് നീ ഭാരത്തോടായിരുന്നാലും, നിൻ്റെ ഭാര്യ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, നിൻ്റെ മക്കൾ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, നിൻ്റെ അമ്മയപ്പന്മാർ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിക്കുവാൻ, അതേ നിത്യ സ്നേഹം കൊണ്ട് നിന്നെ പൊതിയുവാൻ സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ആ ദൈവമാണ് നമുക്ക് വേണ്ടിയുടെ മറുവിലയായി തന്ന സ്വപുത്രനെ അയച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് ബലിയായ കാൽവരിയിൽ അവസാനത്തിൽ രക്തം വരെയും ഒഴിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ ആ സ്നേഹം, അത് കാൽവരിയിലെ സ്നേഹമാണ് ഇവിടെ പറയുന്നത്. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതെ, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോഴും, യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ തീർത്തുള്ള എല്ലാ സുവിശേഷങ്ങൾ വായിക്കുമ്പോഴും അവിടെ പറയുന്നതും, ലേഖനം 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ ലേഖനം വായിക്കുമ്പോഴും അവിടെ എല്ലാം പറയുന്നതും ദൈവത്തിൻ്റെ നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ദയയുമാണ്. പ്രിയമുള്ളവരെ, അതേ, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്നുള്ള അതേ പ്രത്യാശയോടുകൂടെ സ്നേഹമാണ് എല്ലാറ്റിനും മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് നമ്മെ പഠിപ്പിച്ച കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിന്നെ എപ്രകാരം സ്നേഹിച്ചുവോ അതുപോലെ നിന്നെ സ്നേഹിക്കുവാൻ എൻ്റെ പുത്രനെ ഞാൻ നിനക്ക് വേണ്ടി യാഗമായി തീർത്തുവല്ലോ. അതേ, ദൈവത്തിൻ്റെ യാഗത്തിൽ കൂടെ നിന്നെ വീണ്ടെടുത്തിരിക്കുന്ന നീ എന്തിന് ഭാരപ്പെടണം, എന്തിന് പ്രയാസപ്പെടണം, എന്തിന് ദുരിതം അനുഭവിക്കണം? ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, നിത്യ സ്നേഹത്തിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു എന്ന് ഇവിടെ വേദപുസ്തകം സത്യമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ, യിരെമ്യാ പ്രവചനം അതിൻ്റെ 31-ന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവിടെ യിരെമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്,
അന്നു കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും, നമുക്കറിയാമല്ലോ, കന്യകയായ ഒരു സ്ത്രീ, കന്യകയായ ഒരു പൈതൽ, കുഞ്ഞാടിനോടുകൂടെ കളങ്കമേൽക്കാതെ മാലിന്യമേൽക്കാതെ കുഞ്ഞാടിനോടുകൂടെ യാത്ര ചെയ്യുന്ന മണവാട്ടി വർഗമായ ഒരു കന്യക. അത് യൗവനക്കാർ നമുക്കറിയാമല്ലോ, കുഞ്ഞ് ബാല്യകാലം കഴിഞ്ഞതിന് ശേഷം യൗവനത്തിലേക്ക് കടക്കുന്ന യൗവനക്കാർ. ഈ യൗവനക്കാരാണെന്നുണ്ടെങ്കിൽ ആരെയും അനുസരിക്കത്തില്ല, ആരെയും ബഹുമാനിക്കത്തില്ല. ആരെന്തു പറഞ്ഞാലും അവർ അതിന് പ്രത്യുപകാരമായി വേറെ കാര്യാദികൾ പറഞ്ഞുകൊണ്ട് അവരെ ബഹുമാനിക്കാത്ത ഒരു അനുഭൂതിയിൽ കൂടെ ജീവിക്കുന്ന യൗവനക്കാർ. അടുത്ത് വൃദ്ധന്മാർ. അത് നല്ല വാർദ്ധക്യത്തിലായിരിക്കുന്ന വയോജനങ്ങൾ, നല്ല വാർദ്ധക്യത്തിലായിരിക്കുന്ന വൃദ്ധജനങ്ങൾ, അവർ ഒരുപോലെ നൃത്തം ചെയ്യുമെന്നാണ്. അപ്പോൾ ഇവിടെ കാണുന്നത്, അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. നിൻ്റെ ജീവിതത്തിൽ ഈ സന്തോഷം സ്വർഗത്തിലെ ദൈവം തരുവാൻ പോകുകയാണ് പ്രിയമുള്ളവരെ. താഴോട്ട് വായിക്കുമ്പോൾ, ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. നിൻ്റെ ജീവിതത്തിൽ ഇന്നയോളം ഏതു വിധത്തിലുള്ള ദുഃഖമാണോ അനുഭവിച്ചത്, ആ ദുഃഖമെല്ലാം മാറി നീ ഇന്നു മുതൽ സന്തോഷം അനുഭവിക്കുവാൻ, ഇന്നയോളം വരെ നീ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതചര്യ നോക്കുമ്പോൾ വൈഷമ്യമേറിയ ജീവിതമാണോ നീ നയിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്നു മുതൽ നീ സന്തോഷിക്കുവാൻ പോകുകയാണ്, നീ ആനന്ദിക്കുവാൻ പോകുകയാണ്, നീ നൃത്തം ചെയ്യുവാൻ പോകുകയാണ്. നിന്നെ കരം പിടിച്ച് നടത്തുന്ന സ്വർഗത്തിലെ ദൈവം, നിനക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ പുത്രനെ നിനക്ക് വേണ്ടി യാഗമായി തന്നുവെങ്കിൽ, ആ ദൈവത്തിൻ്റെ പുത്രനെ നിനക്ക് വേണ്ടി നിൻ്റെ അടുക്കൽ അയച്ചു തന്നുവെങ്കിൽ, ആ ദൈവം പറയുകയാണ്, നിങ്ങൾ ഇനി സന്തോഷിക്കുവാൻ പോകുകയാണ്. നിൻ്റെ ജീവിതത്തിൽ മാരകമാകുന്ന വ്യാധികൾ, മാരകമാകുന്ന മുറിവുകൾ, മാരകമാകുന്ന കെട്ടുകൾ, മാരകമാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ശാപബന്ധനങ്ങൾ എല്ലാം നീങ്ങുവാൻ പോകുകയാണ്. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. അതെ, നീ വിശ്വസിക്കുന്നുവോ എങ്കിൽ നിത്യസ്നേഹം കൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നു. സ്വപുത്രനെ അയച്ച് നിത്യസ്നേഹം തന്ന് അവൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ അളവില്ലാത്ത നന്മകളാൽ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, അതെ, കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി സന്തോഷിപ്പിക്കും. അതെ, നിൻ്റെ മാരകമെന്ന മുറിവുകൾക്ക് പൊറുതി വരുത്തുവാൻ, നിൻ്റെ മാരകമെന്ന മുറിവുകളെ കെട്ടി സൗഖ്യം തരുവാൻ, നിൻ്റെ മാനസിക വ്യഥകളെ പോക്കുവാൻ, നിൻ്റെ മുമ്പിലുള്ള എല്ലാ പ്രയാസങ്ങളെയും നീക്കുവാൻ, നിൻ്റെ മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളെയും നീക്കുവാൻ ഇന്നയോളം നീ കണ്ടിട്ടില്ലാത്ത ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി നീ കണ്ടിട്ടില്ലാത്ത നന്മകളെ തന്നുകൊണ്ട് ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി സ്വപുത്രനെ അയച്ച് നിന്നെ സ്നേഹിക്കുവാൻ പോവുകയാണ്. ആ ദൈവത്തെ സ്നേഹിക്കുവാൻ നീ ഒരുക്കമാണോ? ആ ദൈവത്തെ സ്നേഹിക്കുവാൻ നീ ഒരുക്കമാണോ? പ്രിയമുള്ളവരെ, ആ ദൈവത്തെ രണ്ട് കരവും നീട്ടി സ്നേഹിക്കുവാൻ, മുറുകെ പിടിക്കുവാൻ നീ ഒരുക്കമാണോ? ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വാ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വാ. ഹല്ലേലൂയ. 31:16 വായിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. അവർ ശത്രുവിൻ്റെ ദേശത്തു നിന്ന് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതേ പ്രിയമുള്ളവർ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദം അടക്കിക്കൊള്ളുക. നീ കരഞ്ഞത് മതി. നീ മാരകമായ വ്യാധികൾ മൂലം നീ കരഞ്ഞത് മതി. മുറിവേറ്റ ഹൃദയവുമായി നീ കരഞ്ഞത് മതി. നീ നിന്റെ കുടുംബത്തെ ഓർത്ത് കരഞ്ഞത് മതി. നിന്റെ വ്യാധികളെ ഓർത്ത് കരഞ്ഞത് മതി. നിന്റെ ഭവനത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ഓർത്ത് നീ കരഞ്ഞത് മതി. നിന്റെ മക്കളെ ഓർത്ത് നീ കരഞ്ഞത് മതി. നിന്റെ ഭർത്താവിനെ ഓർത്ത് നീ കരഞ്ഞത് മതി. നിന്റെ ഭാര്യയെ ഓർത്ത് നീ കരഞ്ഞത് മതി. നിന്റെ മാതാപിതാക്കളെ ഓർത്ത് നീ കരഞ്ഞത് മതി. ഇന്നു മുതൽ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ നല്ല അനുഗ്രഹം തരികയാണ് പ്രിയമുള്ളവരെ. അതെ, കണ്ണുനീർ വാർക്കാതെ നിന്റെ ശബ്ദം അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം തരുവാൻ, നിന്റെ പ്രവൃത്തികൾക്ക്, നീ ഇന്നയോളം കുടിച്ച കണ്ണുനീരിന്, നീ ഇന്നയോളം ഒഴുക്കിയ കണ്ണുനീരിന് ആ സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരുന്നു. ആ ദൈവം ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദം അടക്കിക്കൊള്ളുക. കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണിനെ അടക്കിക്കൊള്ളുക. അതെ, നീ കരയേണ്ട ആവശ്യമില്ല. നീ കരഞ്ഞത് മതി. നീ ഇതുവരെയും കരഞ്ഞിട്ടുണ്ടല്ലോ. മാരകമാവുന്ന മുറിവേറ്റ ഹൃദയവുമായി നീ ഇതുവരെയും കരഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നീ കരയേണ്ട ആവശ്യമില്ല. നിന്റെ ദുഃഖമെല്ലാം സന്തോഷമായി തരുവാൻ സ്വർഗത്തിലെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടും നീതിയോടും വിശ്വസ്തയോടും കൂടെ ആയിരുന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ പാദാന്തിയെ
അരുമപിതാവിൻ്റെ പാദത്തെ മുറുകെ പറ്റിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പിൻപറ്റുവാൻ സാധിക്കും. ആ ദൈവം പറയുകയാണ്, ഇതുവരെയും നീ കരഞ്ഞത് മതി, ഇനി നീ കരയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അതേ ദൈവത്തിൻ്റെ ദയ, ആ പരമാനന്ദ നദിയിലെ ദയ കൊണ്ട് നമ്മെ ആയുഷ്കാലമെല്ലാം പോറ്റി നടത്തുന്ന കർത്താവ് നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ച് കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നല്ലോ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടും നീതിയോടും വിശുദ്ധിയോടും കൂടെ നടപ്പാൻ ആ ദൈവം തന്നെ നമ്മെ ഓരോരുത്തരെയും തൻ്റെ പരിശുദ്ധാത്മശക്തിയാൽ നിറച്ച് പരിപാലിച്ച് വഴി നടത്തുമാറാകട്ടെ എന്നുള്ള വാഗ്ദത്വത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തന്നെ നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.